ബജറ്റ് വന്നു നിൽക്കുന്നത് എവിടെയാണ്? ഇടത്തരക്കാർക്കിത് വമ്പൻ ലോട്ടറിയും. കർഷകർക്കും തൊഴിലാളികൾക്കും എന്തുണ്ട് മെച്ചം? കേരളം പൂർണ്ണമായും തഴയപ്പെട്ടു. നമുക്ക് ഉത്തരം കണ്ടെത്താം. ഈ കൊച്ച് വയറ് നിറഞ്ഞിട്ട് കരയുക എന്നവസാനിക്കുന്ന ഒരു കഥയുണ്ട്. ആ കഥയിൽ 4 കഥാപാത്രങ്ങളുണ്ട്. ഒന്ന്, വീട്ടിലെ പട്ടിണി മാറ്റാൻ ദൂരദേശത്ത് എല്ലാ ദിവസവും അതിരാവിലെ പണിക്ക് പോകുന്ന ഒരു സ്ത്രീ. രണ്ടാമത്തേത് അവരുടെ ചെറിയ മകൾ. മൂന്നാമത്തെ കഥാപാത്രം അയൽവക്കത്തെ ഒരു സ്ത്രീയാണ്. അവർ ഈ സ്ത്രീയെ സഹായിക്കാനാണ് എന്ന മട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ആ വീട്ടിൽ വരും. നാലാമത്തേത് ആ വീട്ടിലെ വല്യമ്മയാണ്. കണ്ണും ചെവിയും ഒക്കെ പതുക്കെയാണ്. എങ്കിലും വീട്ടിലെ കുട്ടിക്ക് വല്യമ്മ കുറുക്കുണ്ടാക്കും. ഉണ്ടാക്കി അത് പാകമായി കഴിയുമ്പോൾ അയൽപക്കത്തെ വീട്ടിലെ സ്ത്രീ പെട്ടെന്ന് വരും. എന്നിട്ട് കുഞ്ഞിനെ എടുത്ത് മടിയിൽ വെക്കും. കുറുക്കിന്റെ പാത്രം അടുത്തു വെക്കും. എന്നിട്ട് പറയും, വല്യമ്മ പോയി കിടന്നോളൂ, ഞാൻ ഇവളെ കുറുക്കു തീറ്റിച്ചോളാം. വല്യമ്മ സന്തോഷത്തോടെ കിടക്കാനായി പോകും. വിശന്ന് തളർന്നു കിടക്കുന്ന കുഞ്ഞിനെ മടിയിൽ കിടത്തിയിട്ട് ഈ സ്ത്രീ കുറുക്ക് മുഴുവൻ തിന്നും. അവസാനം പാത്രത്തിന്റെ അടിയിൽ കുറുക്കിന്റെ ഇത്തിരി ബാക്കിയുണ്ടാകും. അത് പഠിച്ചെടുത്തിട്ട് കൊച്ചിന്റെ ചുണ്ടത്തും കവിളത്തും മൂക്കിലുമൊക്കെ തേച്ച് വെക്കും. അപ്പോഴേക്കും കൊച്ചു വിശന്ന് കരയാൻ തുടങ്ങിയിട്ടുണ്ടാകും. സ്നേഹമയിയായ അയൽവക്കക്കാരി വല്യമ്മയോട് പറയും, ദേ വല്യമ്മേ, കൊച്ചിന്റെ വയറ് നിറഞ്ഞു, സഹിക്കാൻ പറ്റാതെ അത് കിടന്ന് കരയുക. വല്യമ്മ വന്ന് സന്തോഷത്തോടെ കൊച്ചിനെ തൊട്ടിലിൽ കൊണ്ടുപോയി കിടത്തും. ആട്ടാൻ തുടങ്ങും. പക്ഷേ കൊച്ചപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. ഈ കുട്ടിയുടെ പേരാണ് കേരളം. വല്യമ്മയുടെയും അയൽവക്കക്കാരിയുടെയും പേര് ഞാൻ പറയുന്നില്ല, നിങ്ങൾ തന്നെ കണ്ടുപിടിക്കും. നോക്കാം ബഡ്ജറ്റ് 2025 ഒറ്റനോട്ടത്തിൽ. 2025 കേന്ദ്ര ബഡ്ജറ്റിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ചില പ്രധാന പ്രഖ്യാപനങ്ങൾ താഴെ പറയുന്നവയാണ്. 2025 കേന്ദ്ര ബഡ്ജറ്റ് പ്രധാനമായും ഇടത്തരക്കാരുടെ നികുതി ഇളവുകൾ, കൃഷി, ശാസ്ത്ര, സാങ്കേതിക രംഗങ്ങളിലെ നൂതന പദ്ധതികൾ, കയറ്റുമതി പ്രോത്സാഹനങ്ങൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു. ഇത് രാജ്യത്തിന്റെ സമഗ്ര സാമ്പത്തിക വളർച്ചയ്ക്കും ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുന്നതിനും സഹായകമാകും. നികുതി പരിഷ്കരണങ്ങളാണ് ഇത്തവണത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പുതിയ നികുതി വ്യവസ്ഥയിൽ 12 ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക് നികുതി ഒഴിവാക്കിയിട്ടുണ്ട്. 12 ലക്ഷത്തിന് മുകളിലുള്ള വരുമാനക്കാർക്ക് പുതുക്കിയ നികുതി നിരക്കുകൾ ബാധകമാകും. പഴയ നികുതി വ്യവസ്ഥയിൽ മാറ്റങ്ങളില്ല. മുതിർന്ന പൗരന്മാർക്ക് പലിശയിൽ നികുതി വെട്ടിപ്പ് പരിധി 50,000 രൂപയിൽ നിന്ന് 1 ലക്ഷം രൂപയാക്കി ഉയർത്തി. വാടകയിൽ നികുതി വെട്ടിപ്പ് പരമാവധി 2.40 ലക്ഷം രൂപയിൽ നിന്ന് 6 ലക്ഷം രൂപയായി വർദ്ധിപ്പിച്ചു. നാഷണൽ സേവിംഗ് സ്കീമിൽ നിന്ന് 2004 ഒക്ടോബർ 29 ശേഷം നടത്തിയ പിൻവലിക്കൽ നികുതി ഒഴിവാക്കിയിട്ടുണ്ട്. ഇതുകൂടാതെ പുതുക്കിയ വരുമാന നികുതി ബിൽ അവതരിപ്പിച്ച് നികുതി സംവിധാനം ലളിതമാക്കാനും പാലനഭാരം കുറയ്ക്കാനും ലക്ഷ്യമിടുന്നു. അടുത്തത് കൃഷി മേഖലയിലുള്ള ശ്രദ്ധയാണ്. പ്രധാനമന്ത്രി ധൻ കൃഷി യോജന ആരംഭിച്ച് 7.7 കോടി കർഷകർ, മത്സ്യത്തൊഴിലാളികൾ, പാൽ കർഷകർ എന്നിവർക്കായി 5 ലക്ഷം രൂപയുടെ വായ്പ നൽകാൻ കിസാൻ ക്രെഡിറ്റ് കാർഡ് വഴി സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഉരദ്, മസൂർ എന്നിവയിൽ സ്വയം പര്യാപ്തത നേടാൻ 6 വർഷം ദൈർഘ്യമുള്ള മിഷൻ ആരംഭിച്ചു. ബീഹാറിൽ മഖാന ബോർഡ് സ്ഥാപിക്കും. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ നൂതന പദ്ധതികളാണ് മറ്റൊന്ന്. സ്വകാര്യ മേഖലയുടെ നേതൃത്വത്തിൽ ഗവേഷണം, വികസനം, നൂതന പ്രവർത്തനങ്ങൾക്കായി 20,000 കോടി രൂപ വകയിരുത്തി. IIT-കൾ, IISc എന്നിവയിൽ സാങ്കേതിക ഗവേഷണത്തിനായി 10,000 ഫെലോഷിപ്പുകൾ നൽകുന്ന പ്രധാനമന്ത്രി ഗവേഷണ ഫെലോഷിപ്പ് ആരംഭിച്ചു. ഭാവിയിലെ ഭക്ഷ്യ പോഷക സുരക്ഷ ഉറപ്പാക്കാൻ 2ാം ജീൻ ബാങ്ക് സ്ഥാപിക്കും. കയറ്റുമതി പ്രോത്സാഹനങ്ങൾ, ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക് വാഹനങ്ങൾ എന്നിവയുടെ ഉൽപാദനം പ്രോത്സാഹിപ്പിക്കാൻ LED, LCD ടിവികളിലെ ഓപ്പൺ സെല്ലുകൾ, വസ്ത്ര വ്യവസായത്തിലെ ലൂമുകൾ, മൊബൈൽ ഫോണുകളും ഇലക്ട്രിക് വാഹനങ്ങളും ഉപയോഗിക്കുന്ന ലിഥിയം അയൺ ബാറ്ററികളുടെ മൂലധന സാധനങ്ങൾ എന്നിവയ്ക്ക് നികുതി ഇളവ് നൽകുന്നു. ഷിപ്പ് ബിൽഡിംഗ്, ഷിപ്പ് ബ്രേക്കിംഗ് മേഖലകൾക്ക് 10 വർഷത്തേക്ക് നികുതി ഇളവ് നൽകുകയും റെയിൽവേ സാധനങ്ങളുടെ കയറ്റുമതിക്കായി
സമയപരിധി നീട്ടുകയും ചെയ്യുന്നു. ടെക്സ്റ്റൈൽ മേഖലയിൽ വസ്ത്ര വ്യവസായം പ്രോത്സാഹിപ്പിക്കാൻ നികുതി ഇളവുകൾ നൽകുന്നു. ഈ ബജറ്റ് ഇടത്തരക്കാരുടെ നികുതി ഭാരം കുറച്ച് ഉപഭോഗം വർദ്ധിപ്പിക്കാനും കൃഷി മേഖലയിൽ നൂതന പദ്ധതികൾ വഴി ഉൽപാദനക്ഷമത ഉയർത്താനും ശാസ്ത്ര സാങ്കേതിക നൂതന പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കാനും കയറ്റുമതി വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിടുന്നു. ഇത് സമഗ്രമായി രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്കും ജനങ്ങളുടെ ജീവിത നിലവാരത്തിന്റെ മെച്ചത്തിനും സഹായകമാകും. സാധനങ്ങളുടെ വില ഇവയുടെ വില കുറയും. മൊബൈൽ ഫോണുകൾ, ഇലക്ട്രിക് കാർ, ബാറ്ററികൾ, LED TV, വസ്ത്രങ്ങൾ ഇവയുടെ വില കൂടും. സിഗരറ്റ്, അമിത ആൽക്കഹോൾ, ചില ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്കും യുവാക്കൾക്കും നല്ലൊരു വാർത്തയുണ്ട്. കർഷകർക്ക് 5 ലക്ഷം രൂപ വരെ കിസാൻ ക്രെഡിറ്റ് കാർഡ് ലോൺ. പുതിയ കൃഷി നയം, ശാസ്ത്രം, ടെക്നോളജി ആൻഡ് സ്റ്റാർട്ടപ്പുകൾ. 20,000 കോടി രൂപ സ്റ്റാർട്ടപ്പ് മേഖലയ്ക്ക്. IIT, IISc ഗവേഷണ സ്കോളർഷിപ്പ്. ഇന്ത്യയിലെ സെക്കൻഡ് ജീൻ ബാങ്ക്, ഭാവിയിലെ ഭക്ഷ്യസുരക്ഷയ്ക്ക് വേണ്ടി. കയറ്റുമതിയും രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയും. ടെക്സ്റ്റൈൽ വ്യവസായം, ഷിപ്പ് ബിൽഡിംഗ്, നികുതി ഇളവുകൾ. ഇലക്ട്രിക് വാഹന മേഖലയ്ക്ക് വലിയ പിന്തുണ. ആദായ നികുതി പരിധി ഉയർത്തൽ. പുതിയ നികുതി വ്യവസ്ഥയിൽ 12 ലക്ഷം രൂപ വരെയുള്ള വാർഷിക വരുമാനമുള്ള വ്യക്തികൾക്ക് ആദായ നികുതി ഒഴിവാക്കിയിട്ടുണ്ട്. ശമ്പള നികുതിദായകർക്ക് 75,000 രൂപയുടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ലഭിക്കുന്നതിനാൽ ഈ പരിധി 12.75 ലക്ഷം രൂപയായിരിക്കും. സംസ്ഥാനങ്ങൾക്ക് പലിശരഹിത വായ്പ. സംസ്ഥാനങ്ങൾക്ക് 50 വർഷത്തേക്ക് പലിശരഹിത വായ്പയായി 1.5 ലക്ഷം കോടി രൂപ നീക്കിവെച്ചിരിക്കുന്നു. ക്യാൻസർ മരുന്നുകളുടെ കസ്റ്റംസ് ഡ്യൂട്ടി ഒഴിവാക്കൽ. ക്യാൻസർ അടക്കമുള്ള ഗുരുതര രോഗങ്ങൾക്ക് ഉപയോഗിക്കുന്ന 36 മരുന്നുകളുടെ കസ്റ്റംസ് ഡ്യൂട്ടി പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട്. കൃഷി മേഖലയിൽ ധൻധാന്യ കൃഷി യോജന. ഉൽപാദനക്ഷമത കുറഞ്ഞ 100 ജില്ലകളിൽ കാർഷിക വികസനം ത്വരിതപ്പെടുത്തുന്നതിനായി ധൻധാന്യ കൃഷി യോജന ആരംഭിക്കുന്നു. ഇതിലൂടെ 1.7 കോടി കർഷകർക്ക് പ്രയോജനം ലഭിക്കും. MSMEകൾക്ക് ക്രെഡിറ്റ് കാർഡുകൾ. ഉദ്യം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത സൂക്ഷ്മ വ്യവസായങ്ങൾക്ക് 5 ലക്ഷം രൂപ പരിധിയിലുള്ള പ്രത്യേക ക്രെഡിറ്റ് കാർഡുകൾ നൽകും. ആദ്യ വർഷം 10 ലക്ഷം കാർഡുകൾ വിതരണം ചെയ്യും. അഡൽ ടിങ്കറിംഗ് ലാബുകൾ. അടുത്ത 5 വർഷത്തിനകം സർക്കാർ സ്കൂളുകളിൽ 50,000 അഡൽ ടിങ്കറിംഗ് ലാബുകൾ സ്ഥാപിക്കും. പൊതുമേഖലയിലെ നിക്ഷേപം. 2025-30 കാലയളവിൽ പുതിയതായി പ്രഖ്യാപിച്ച പദ്ധതികളിൽ നിന്ന് 10 ലക്ഷം കോടി രൂപയുടെ മൂലധനം സമാഹരിക്കും. കയറ്റുമതി പ്രോത്സാഹന ദൗത്യം. വാണിജ്യ, MSME, ധനകാര്യ മന്ത്രാലയങ്ങൾ സംയുക്തമായ കയറ്റുമതി പ്രോത്സാഹന ദൗത്യം ആരംഭിക്കും. ഭാരത് ട്രേഡ് നെറ്റ്. വ്യാപാര പ്രവർത്തനങ്ങളുടെ ഏകീകരണത്തിനും സാമ്പത്തിക പ്രശ്ന പരിഹാരങ്ങൾക്കുമായി അന്താരാഷ്ട്ര വ്യാപാരത്തിനായുള്ള ഭാരത് ട്രേഡ് നെറ്റ് എന്ന ഏകീകൃത പ്ലാറ്റ്ഫോം സ്ഥാപിക്കും. ഈ പ്രഖ്യാപനങ്ങൾ വിവിധ മേഖലകളിൽ ഗണ്യമായ മാറ്റങ്ങൾ വരുത്താനാണ് ലക്ഷ്യമിടുന്നത്. ബജറ്റ് 2025 ഒറ്റനോട്ടത്തിൽ എന്ന് ചിന്തിക്കുമ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ടവ. പക്ഷേ കൂട്ടിച്ചേർക്കട്ടെ, കേരളം ഇപ്പോഴും അത്തൊട്ടിലിൽ കിടന്ന് കരയുക തന്നെയാണ്. ഈ ബജറ്റ് സാധാരണക്കാരന്റെ ജീവിതത്തിൽ എന്തു മാറ്റം കൊണ്ടുവരും? ഈ ബജറ്റിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായി തോന്നിയത് എന്താണ്? കമന്റ് ചെയ്യൂ. കൂട്ടിച്ചേർക്കാനുള്ള ചില കാര്യങ്ങൾ കൂടിയുണ്ട് ഈ ബജറ്റ്. സാധാരണക്കാരെ ലക്ഷ്യമിടുന്ന ബജറ്റ് ആയതുകൊണ്ട് തന്നെ ഒരു പ്രയോഗ ഭംഗിയിൽ പറയാം: 1 വെച്ചാൽ 2, 2 വെച്ചാൽ 3. ഈ ബജറ്റിന് അങ്ങനെ ചിലത് കൂടി പറയാനുണ്ട്. 1 വെച്ചാൽ 2, 2 വെച്ചാൽ 4. ആദായ നികുതി നൽകുന്നവർക്ക് 1 ലക്ഷം കോടി രൂപയുടെ ഇളവ് പ്രഖ്യാപനം. അതാണ് ഈ ബജറ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷകമായ ഘടകം. അടുത്ത സാമ്പത്തിക വർഷം വ്യക്തിഗത ആദായ നികുതി ഇനത്തിൽ 2 ലക്ഷം കോടി രൂപയോളം അധികമായി കേന്ദ്രം സമാഹരിക്കും എന്നാണ് ബജറ്റിൽ പറഞ്ഞിരിക്കുന്നത്. നടപ്പ് വർഷം 12.5 ലക്ഷം കോടി രൂപയാണ് വ്യക്തിഗത ആദായ നികുതി ഇനത്തിൽ സർക്കാരിന് ലഭിക്കുന്ന വരുമാനം. എന്നാൽ ഇത് അടുത്ത വർഷം, അതായത് 2025-26 14.3 ലക്ഷം കോടി രൂപയാകുമെന്നാണ് സർക്കാരിന്റെ കണക്ക്. എന്ന് വെച്ചാൽ
1,00,000 ഇളവ് നൽകിയാൽ പോലും ആദായ നികുതിയിൽ കുറവല്ല, മറിച്ച് കുത്തനെയുള്ള വർധനമാണ് ലക്ഷ്യമിടുന്നത്. ശതമാനക്കണക്കിൽ പരിശോധിക്കുകയാണെങ്കിൽ 14.4% വർധനവ്. കോർപ്പറേറ്റുകൾ നൽകേണ്ട നികുതിയിൽ 10.4%, GSTയിൽ 10.9% വളർച്ച മാത്രമാണ് ബജറ്റ് പ്രതീക്ഷിക്കുന്നത്. ഇളവുകൾ നൽകാത്ത ഈ 2 ഇനത്തിൽ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വളർച്ച വ്യക്തിഗത ആദായ നികുതി ഇനത്തിൽ ലക്ഷ്യമിടുന്നു എന്ന് ചുരുക്കം. ഈ ബജറ്റിനെ വായിച്ചെടുക്കുമ്പോൾ അപ്പോൾ ഇളവുകൾ കൂടി നൽകിയില്ലായിരുന്നുവെങ്കിൽ നികുതി കുത്തനെ കുതിച്ചു കയറിയേനെ. ഇങ്ങനെയും ബജറ്റിനെ വായിച്ചെടുക്കാം. ബജറ്റിന്റെ അധികം ചർച്ച ചെയ്യപ്പെടാതെ പോയ മറ്റൊരു വശമാണിത്. ബജറ്റിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതായി നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആകുലതകളും സമാധാനങ്ങളും എന്തൊക്കെയാണ്? Comment below. Comment box is open for you. If you like the video, please do like, share and subscribe. Thank you for watching. Thank you.